ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് നത്തലില്ലേ, ആ മീനാണ് കുറേ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മുറിച്ചെടുക്കാൻ കുറച്ച് പണിയല്ലേ, അതിൽ ഇങ്ങനെ മുറിച്ചെടുക്കലാന്ന്. അപ്പോൾ അരിയെല്ലാം ഇട്ടിട്ടാണ് മുറിക്കാൻ പോയിനി. റേഷൻ അരിയാണ് കേട്ടോ. അതിടക്ക് പോയിട്ട് ബന്ധുവെന്ന് നോക്കുമായിരുന്നു. റേഷൻ അരിയാകുമ്പോൾ വേഗം വേവില്ലേ. അപ്പോൾ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ വേകാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യം മീനെല്ലാം മുറിക്കാൻ തുടങ്ങി, എല്ലാം മുറിച്ചെടുത്ത് അപ്പോഴത്തേക്കും നമ്മൾ അരിയെല്ലാം ചോറെല്ലാം വെന്തിട്ട് വാർത്ത് അപ്പോൾ ഈ സുന്ദര കുട്ടപ്പനാക്കിയ നത്തലിനില്ലേ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണേ. 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഉപ്പും മുളകെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടില്ല, ഇങ്ങനെ നല്ലോണം കൈ കൊണ്ട് ഇങ്ങനെ പുരട്ടിയെടുത്തിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. ബാക്കി കറിയെല്ലാം നമുക്കാവുമ്പോഴേക്കും ലാസ്റ്റ് ഇത് പൊരിച്ചാൽ പോരെ. പിന്നെ ഇന്നലെ മഴ പെയ്തപ്പോലെ നല്ലപോലെ മുരിങ്ങ പൂവില്ലേ അത് വീണിട്ടുണ്ടായിന്. അതെല്ലാം ഇന്ന് രാവിലെ പറക്കിയെടുത്ത് അതിൽ കുറച്ച് മുരിങ്ങ ഇലയും പറിച്ചിട്ടില്ലേ അത് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് അതാ പ്ലേറ്റ് കാണുന്നതാണ് കേട്ടോ. ആ പൂ അതിൽ കഴുകിയെടുത്ത് മാറ്റി വെച്ചാണ്. പിന്നെ അതിൻ്റെ ഇലയും എടുത്തിട്ട് ഓരോ ഇലയിട്ട് ഇങ്ങനെ ഇരിഞ്ഞെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ അത് കുറച്ച് പണിയില്ല സംഭവമാണ് ഈ മുരിങ്ങ ഇല എടുക്കൽ. അപ്പോൾ ഇങ്ങനെ സ്പീഡിൽ എൻ്റെ അമ്മയിൽ ഇങ്ങനെ വേഗം ആക്കുന്നതാണ്. എനിക്ക് അത്ര പെട്ടെന്നാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് എടുത്തിട്ടുമില്ല ഇല, പൂ കുറച്ചിങ്ങനെ കൂടുതൽ കിട്ടിയതുകൊണ്ട്. അപ്പോൾ അതെല്ലാം അരിയെല്ലാം വറുത്തിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കാന്താരിയെല്ലാം ഇങ്ങനെ ചതച്ചിട്ടില്ല ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഇനി ഇട്ടിട്ട് തേങ്ങ ഇട്ടിട്ട് വറവാക്കി എടുക്കും. ഇതിന് നല്ല സൂപ്പർ കണ്ട അടിപൊളി മുരിങ്ങപ്പൂ ഉപ്പേരിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ്, കൃത്രിമ പരിപാടിയാണ് കേട്ടോ. തട്ടിക്കൂട്ടൽ എന്ന് പറയാം. എന്താ വെച്ചാൽ ഇന്നലത്തെ തോരക്കറിയുണ്ട്, പിന്നെ കുറച്ച് സാമ്പാറിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ മിനിയാന്ന് വെച്ചാൽ. അപ്പോൾ അത് രണ്ടും കൂടി ചൂടാക്കിയിട്ടാണ് ഇന്നത്തെ ഒരു ഒഴിച്ചുകറി എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ ആയമാട് എടുത്ത് വെച്ച് തന്നെയാണ്, അങ്ങനെ മോശമൊന്നും ആവില്ലല്ലോ. അങ്ങനെ എടുത്ത് വെച്ചതെല്ലാം ചൂടാക്കിയിട്ട് അത് വേറെ നല്ലൊരു പാത്രത്തിൽ ഒഴിച്ചില്ല, അവർക്ക് മനസ്സിലാവുന്നില്ല ആണുങ്ങൾക്ക്. അങ്ങനെ എൻ്റെ അച്ഛനും വിനോദേട്ടനും ഉണ്ണാനുണ്ട്. അപ്പം അവർക്കിത് തിരിയാതിരിക്കാൻ ഞാൻ നല്ലൊരു പാത്രത്തിലേക്കാക്കി മാറ്റും കേട്ടോ. ഇതെല്ലാം ഒന്ന് തിളപ്പിച്ചിട്ട് ചോദിച്ചാലേ പറയില്ലെങ്കിൽ അങ്ങനെ അറിയൊന്നുമില്ല. അങ്ങനെ അതെല്ലാം ഒന്നിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി. അപ്പോൾ അരവെല്ലാം അതിന് നല്ലോണം പിടിച്ചിട്ടുണ്ട്. എണ്ണ കുറച്ച് ഇനി കൂടുതൽ വേണ്ട, കുറച്ചധികം മീനെല്ലാം കൊണ്ട് ആ മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പൊരിയാൻ വെച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് കൂടുതലില്ലോണ്ട് എല്ലാം മേലേണ്ട് ചെറിയ മീനായാലും ഇല്ലേ, അതുകൊണ്ട് ഇങ്ങനെ മേലെ ഇങ്ങനെ ഇട്ടാലും നമുക്ക് മറിച്ചിട്ടിട്ട് തന്നെ നേരെയാക്കാം, വെന്തോളും, നല്ല പൊരിഞ്ഞ് വരും. പിന്നെ അതിലേക്ക് ഉള്ളി തക്കാളി കറിവേപ്പില എല്ലാം അതിൻ്റെ മേലെ ഇട്ടിട്ടില്ല, ഇങ്ങനെ മറിച്ചിട്ടാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആക്കിയാൽ. വേണമെങ്കിൽ ഒരു പൊടി തേങ്ങ ഇടാം, ഞാൻ ഇട്ടിട്ടാട്ടോ. അങ്ങനെ ഇങ്ങനെ ഈ മീനില്ലേ ഇങ്ങനെ കിട്ടും, ബാക്കിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഒന്നും കൂടി പോകാൻ വെച്ചിട്ട് ആകുമ്പോൾ അതും അങ്ങനെ റെഡി ആയിട്ടുണ്ട്, നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കറികളും ചോറും എല്ലാം റെഡിയായി ഞാൻ വിളമ്പിട്ട്. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് അങ്ങനെ എല്ലാം ചെയ്യണേ. പിന്നെ ഇതാ ചോറെല്ലാം ഇങ്ങനെ വിളമ്പിയിട്ടുണ്ട്. ഇതാ കണ്ട അതിലിങ്ങനെ നമ്മുടെ സ്വന്തം തോരക്കറിയാന്നേ. അപ്പോൾ അച്ഛനും ഉണ്ടാൻ, അച്ഛനിപ്പം കുറച്ച് കാലമായിട്ട് എൻ്റെ കൂടെയാണ് കേട്ടോ. അമ്മ ഇതായി പിന്നെ 6 മാസമായി.